ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റെഗുലേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഇതിൽ തേർഡ് സെമ്മിൻ്റെ BBA ഉള്ളതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ളത്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓദർ എന്ന് പറയുന്നത് KK അശോകൻ ആൻഡ് AP കൃഷ്ണൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. നമുക്ക് ബാക്കി 2 സബ്ജക്റ്റ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. BNM-ഉം അതേപോലെ PBS-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം എക്സാം ആകുമ്പോഴേക്കും കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചാപ്റ്റർ 1-ൽ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ലോ എന്നുള്ളതും ബിസിനസ് ലോ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. ബിസിനസ് ലോ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്ര മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. മെയിനായിട്ട് നമുക്ക് ചാപ്റ്റർ 2 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ 20 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് മാത്രം ഇവിടെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കരാറുകൾ നമ്മൾ ഫോം ചെയ്യുക, എഗ്രിമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ എന്താണ് ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഗലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ എളുപ്പം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ നോട്ട് ചെയ്താലും മതിയാകും. നെക്സ്റ്റ് പേജിൽ, അതായത് അക്കോർഡിംഗ് to section 2 subsection H of the Indian Contract Act 1872, an agreement enforceable by law is a contract. ഒരു നിയമം അനുശാസിക്കുന്ന ഏതൊരു കരാറിനെയും നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. എന്താണ്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നിയമസാധുത ഉണ്ടാവുക, എൻഫോഴ്സിബിലിറ്റി ഓഫ് ആൻ എഗ്രിമെൻ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റിന് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അഗ്രിമെൻ്റ് വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. നമ്മൾ എന്ത് കരാറാണോ എന്ത് അഗ്രിമെൻ്റ് ആണോ പരസ്പരം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ടിട്ടില്ല, അത് നിയമത്തിൻ്റെ മുന്നിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതിന് ഏതിനെയും നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാം. സോ എന്താണ് അഗ്രിമെൻ്റ് എന്നുള്ളൊരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യാം. ഇവിടെ എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ അഗ്രിമെൻ്റ്. ഇത് നോട്ട് ചെയ്യുക. അതായത് ഏതൊരു പ്രോമിസും അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോമിസസ് അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോം ചെയ്തത്? ഒരു കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം നമുക്ക് ഇങ്ങോട്ട് പ്രൈസ് ആയിട്ട് കിട്ടുന്നു, അതൊരു അഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു കൺസിഡറേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ തരാം എന്ന് പറയുന്ന ആ ഒരു പ്രോമിസാണ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രം അവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? അഗ്രിമെൻ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആണ്. സോ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം എന്നുള്ള പറഞ്ഞത്? ഒരു ഓഫർ, ഒരാൾ ഓഫർ ചെയ്യാനും മറ്റേയാൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? ഒരു കരാർ അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 3 എസെൻഷ്യൽസ് ഉണ്ട് അഗ്രിമെൻറ്റിന്. മിനിമം 2 പാർട്ടികളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് കൺസെൻസസ് ആഡ് ഇഡിയം ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താണോ മറ്റൊരു വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പറയുകയും ആ വ്യക്തി ഞാൻ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു കരാറാവുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത് എന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും പാടില്ല. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും 2 വ്യക്തികളുടെ മൈൻഡ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് 2 പേർക്കും പരസ്പരം ഒരേ അർത്ഥത്തിൽ അത് അറിയാൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു വേർഡിൻ്റെ മീനിങ് അതാണ്. കൺസെൻസസ് ആഡ് ഇഡിയം എന്ന് പറയുമ്പം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്നാണ് പറയുന്നത്. ദ 2 പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് മസ്റ്റ് ഹാവ് അഗ്രീഡ് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് അറ്റ് ദ സെയിം ടൈം ആൻഡ് ഇൻ ദ സെയിം സെൻസ്. അതാണ് ഈ ഒരു വേർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കരാറിൽ ഏർപ്പെടുന്ന 2 വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ ഒരേ സമയത്തും ഒരേ സെൻസിലും എടുക്കണം എന്നുള്ളതാണ് അഗ്രിമെൻറ്റിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രോമിസ്
ഓർ റെസിപ്രോക്കൽ പ്രോമിസ് എന്നാ പറഞ്ഞത്. ഏതൊരു അഗ്രിമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എവറി സെറ്റ് ഓഫ് പ്രോമിസസ് അല്ലെങ്കിൽ എവരി പ്രോമിസ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വാഗ്ദാനം അത് ഒരു കൺസിഡറേഷനോട് കൂടി ആവുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ പറഞ്ഞ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ അത് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, അത് നിയമം കൊണ്ട് ടു കൺസിഡർ ആൻ അഗ്രിമെന്റ് ആസ് എ കോൺട്രാക്ട്, ഒരു അഗ്രിമെന്റിനെ ഒരു കോൺട്രാക്റ്റ് ആക്കി കൺസിഡർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് നിയമം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതാവണം. ദാറ്റ് മീൻസ് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലീഗൽ ഒബ്ലിഗേഷൻ അവിടെ കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് അല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന നേച്ചർ ഓഫ് എ കോൺട്രാക്റ്റ്. നേച്ചർ ഓഫ് എ കോൺട്രാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേച്ചർ എന്താ പറയുക? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഒരു എഗ്രിമെന്റ് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോഴേ എന്താവുന്നുള്ളൂ? കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. ഒരു എഗ്രിമെന്റ് പറഞ്ഞാൽ എവറി പ്രോമിസ് ആൻഡ് സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ അഗ്രിമെന്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോമിസോ അതിനൊരു പകരമായ ഒരു കൺസിഡറേഷനോ ഉണ്ടാവുമ്പോഴാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ അഗ്രിമെന്റ്സ്. അപ്പോൾ ഇവിടെ സെക്ഷൻ 10 കൃത്യമായിട്ട് കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓൾ അഗ്രിമെന്റ് ആർ കോൺട്രാക്ട്സ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. എല്ലാ എഗ്രിമെന്റും എന്താണ്? കോൺട്രാക്റ്റ് ആണ്. എങ്ങനെയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന പാർട്ടികളുടെ സമ്മതപ്രകാരം പൂർണ്ണമായ സമ്മതത്തോടു കൂടിയും കോൺട്രാക്റ്റിൽ അവർക്ക് എൻ്റർ ചെയ്യാൻ എല്ലാവിധ യോഗ്യതകൾ ഉണ്ടാവുകയും ഒരു ലോഫുൾ കൺസിഡറേഷൻ അവിടെ ഉണ്ടാവുകയും അത് നിയമപ്രകാരമുള്ള ഒരു ലക്ഷ്യം അവിടെ ഉണ്ടാവുകയും നോട്ട് ഹിയർ ബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് പറയില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ സെക്ഷൻ 10 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ് ഓർ ടു ബി രജിസ്റ്റേർഡ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു സാക്ഷി അതിനുണ്ടായിരിക്കണം, അത് റിട്ടേൺ ഫോമിലായിരിക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. റിക്വയർഡ് ബൈ എനി ലോ ഓഫ് ദ ലാൻഡ്. ഇനി അവിടെ നമ്മൾ എവിടുന്നാണോ ഇത് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് ആ സ്ഥലത്തുള്ള നിയമം എന്താണോ അത് അതുപോലെ തന്നെ പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് പഠിക്കാനുള്ളതാണ്. വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്? നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഒരു കോൺട്രാക്റ്റ് ആയി മാറണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതിൻ്റെ ഘടകങ്ങൾ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു കോൺട്രാക്റ്റിൽ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെൻ്റ് എങ്ങനെയായിരിക്കണം? അത് ലോഫുൾ ആയിട്ടുള്ളൊരു ഓഫർ ആയിരിക്കണം. അതിൻ്റെ മറ്റേ ആൾ ലോഫുൾ ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഒരാൾ ഓഫർ ചെയ്യണം, മറ്റേ ആൾ അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എവിടെ ഉണ്ടാവണം? ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്ന ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ആ രണ്ട് പാർട്ടീസിനും ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ രണ്ട് പേരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് നിയമപ്രകാരം ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ. എന്താണ് ഈ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങോട്ടും എന്തെങ്കിലും വരണം. അതിനെയാണ് സംതിങ്. എന്താണെങ്കിലും ആ ചെയ്യുന്നതിന് ബദലായിട്ടൊരു സംഭവം നമുക്ക് ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം, ഒരു കാറ് വിൽക്കുന്നു. കാറ് വിൽക്കുമ്പം തീർച്ചയായിട്ടും അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യം നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ലോഫുൾ കൺസിഡറേഷൻ ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുക? കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ആരാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ അവർ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങൾക്കും എലിജിബിൾ ആയിരിക്കണം. കപ്പാസിറ്റി, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ മിനിമം 18 വയസ്സായിരിക്കണം. നല്ല ബുദ്ധിയും ബോധമുള്ള ഒരാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അൺസൗണ്ട് ആയിട്ടുള്ള മനസ്സുള്ള ഒരാൾക്ക്, അതായത് നമുക്ക് ചിത്തഭ്രമം ബാധിച്ച ഒരാൾ അല്ലെങ്കിൽ മാനസിക നില തകരാറിലായ ഒരാളൊക്കെ ആണെച്ചാൽ അവരൊന്നും ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ അർഹരല്ല. ആൻഡ് നിയമപ്രകാരം തന്നെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തികളും എന്തല്ല എന്നുള്ളതാണ് പറയുന്നത്, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കേപ്പബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒന്ന് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഒരു നിയമപ്രകാരം അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവരുത്, അല്ല ഒരു മൈനർ ആവരുത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ ആദ്യത്തെ പോയിന്റ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടാവണം. ആൻഡ് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. ലോഫുൾ ആയിട്ടൊരു കൺസിഡറേഷൻ ഉണ്ടാവണം. അതിൻ്റെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു മൈനറോ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡോ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ, ഇത് മൂന്നും ഉണ്ടായിരിക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ആ രണ്ട് വ്യക്തികളുടെയും പരസ്പര സമ്മതത്തോടു കൂടിയായിരിക്കണം. ഒരിക്കലും ഒരാൾ മറ്റേയാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താണ് പറയുക ത്രെട്ടൺ ചെയ്തിട്ടോ ഫ്രോഡായിട്ടോ ഒന്നും അയാളെ പറ്റിച്ചിട്ടോ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടോ ഒക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താണ് അതൊരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. കരാറിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളും കൃത്യമായി വായിച്ച് ബോധ്യപ്പെട്ട് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന ആറാമത്തെ പോയിന്റിൽ ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നിയമപ്രകാരമുള്ള നമ്മുടെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിയമം അനുശാസിക്കുന്നതാണ്. നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു കാര്യം അവിടെ ചെയ്യരുത്. നമ്മൾ രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുമ്പം അതിൻ്റെ ഉദ്ദേശം ഒരിക്കലും നിയമത്തിന് എതിരായിട്ടുള്ളതാണെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല. കാരണം അത് ഇല്ലീഗൽ ആവരുത്, ഇമ്മോറൽ ആവരുത്, അതിൻ്റെ പൊതുജനങ്ങളുടെ കാര്യങ്ങൾക്ക് അതിൻ്റെ തടസ്സം സൃഷ്ടിക്കുന്നതോ അതിനെതിരെ നിൽക്കുന്ന കാര്യങ്ങളോ ആവരുത്. ആ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ലക്ഷ്യം എപ്പോഴും ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയേർഡ് വോയിഡ്. ഒരിക്കലും ഒരു എഗ്രിമെൻറ്റ് എങ്ങനെ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുക, അത് വോയിഡ് ആണ് എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം റെസ്ട്രെയിൻ ടു മാരേജ്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പിൻവാങ്ങുക. അല്ലെങ്കിൽ മാരേജ്, ട്രേഡ്, ലീഗൽ പ്രൊസീഡിങ്സ് വിച്ച് അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വേ ഓഫ് വേഗറിങ്, ചൂതുകളി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് എഗ്രിമെൻറ്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർ വോയിഡ് ആക്കിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല. ആൻഡ് സെർട്ടനിറ്റി ഓഫ് മീനിങ്, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് കൃത്യത ഉണ്ടായിരിക്കുക, അത് കൃത്യമായിട്ട് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കുക എന്നാണ് പറയുന്നത്. സെർട്ടനിറ്റി, വ്യക്തത ഉണ്ടായിരിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആ രണ്ട് പേർക്കും ചില കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പെർഫോമൻസ് വന്നാൽ മാത്രം, അതിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ. കാരണം നമ്മൾ കരാറ് മാത്രം ചെയ്തു, പറഞ്ഞ കാര്യമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താണ്, വാലിഡ് അല്ല. ലീഗൽ ഫോർമാലിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഫോർമാലിറ്റിയാണ് നിയമം അനുശാസിക്കുന്നത് എന്താണ്, കൃത്യമായിട്ട് റിട്ടേൺ ഫോമിലായിരിക്കണം, രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യമുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് അവിടെ ചെയ്തിരിക്കണം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഓൾ കോൺട്രാക്റ്റ് ആർ എഗ്രിമെൻറ്റ്സ്. എല്ലാ കോൺട്രാക്റ്റും എന്താ, എഗ്രിമെൻ്റ് ആണ്. പക്ഷെ എല്ലാ എഗ്രിമെൻറ്റും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല എന്നതിനെ കുറിച്ചൊന്ന് വിവരിക്കാനൊക്കെ അവിടെ പറയാറുണ്ട്. അപ്പം നമുക്ക് പഠിച്ച പ്രകാരം എന്താണ്, ഒരു എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റാണ്. പക്ഷെ എല്ലാ എഗ്രിമെൻറ്റും എന്തല്ല, എല്ലാ എഗ്രിമെൻറ്റും നിയമം അനുശാസിക്കുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ, കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കോൺട്രാക്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുക വാലിഡിറ്റിയുടെ ബേസിൽ, ഫോർമേഷൻ്റെ ബേസിൽ, പെർഫോമൻസിൻ്റെ ബേസിൽ. ഓക്കെ, വാലിഡിറ്റിയുടെ ബേസിൽ കോൺട്രാക്റ്റിനെ നമുക്ക് പറയാവുന്നത് വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്, ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒന്ന് അതിൻ്റെ സാധുത, വാലിഡിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ, അതെങ്ങനെയാണ് അത് ഫോം ചെയ്തത്, അല്ലെങ്കിൽ അവിടെ എന്താണോ ചെയ്യേണ്ടത്, പെർഫോമൻസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അപ്പോൾ വാലിഡിറ്റിയുടെ ബേസിൽ പറയുമ്പം വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ ആയത് അല്ലെങ്കിൽ ഇല്ലീഗൽ, അൺലോഫുൾ ഒക്കെ വരുന്നുണ്ട്. ഇനി ഫോർമേഷൻ്റെ ബേസിൽ എങ്ങനെ ആ കോൺട്രാക്റ്റ് ഫോം ചെയ്തു, നമ്മൾ വാക്കുകൾ കൊണ്ടാണോ, റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടാണോ, ഇംപ്ലൈഡ് ആയിട്ടാണോ, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ, ആൻഡ് കുറച്ച് എഴുതിയതും കുറച്ച് പറയുന്നത് ക്വാസി, അർദ്ധമായത്, പകുതിയായത്. അക്കോർഡിംഗ് ടു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി, 4 തരത്തിലുള്ള കോൺട്രാക്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു വാലിഡിറ്റി ഓഫ് എൻഫോഴ്സിബിലിറ്റി, വാലിഡിറ്റീൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ വാലിഡ് കോൺട്രാക്റ്റ്. എന്താ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു അഗ്രിമെൻറ്റിനെ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ആ ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവുന്നത് നേരത്തെ പറഞ്ഞ 10 കാര്യങ്ങൾ സെക്ഷൻ 10 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ എന്തൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ 10 പോയിന്റ് ഉണ്ടെങ്കിലാണ് അതിന് എന്ത് പറയുക, വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. അതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താണ്, വാലിഡ് അല്ല.
രണ്ടാമത്തെ കേസ് വോയിഡ് കോൺട്രാക്റ്റ്. ദ ലിറ്ററലി മീനിങ് ഓഫ് ദ വേർഡ് വോയിഡ് പറഞ്ഞാൽ നോട്ട് ബൈൻഡിങ് ഇൻ ലോ. നിയമം നിയമം അനുശാസിക്കാത്തത്, നിയമം അതിൽ പെടുന്നില്ല, നിയമപരമല്ലാത്തത്, അതിനാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, അതിനൊരിക്കലും എന്തില്ല, ഒരു നിയമസാധുതയൊന്നും അവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സീസസ് ടു എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞത് നിയമം അനുശാസിക്കാൻ പറ്റാത്ത കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് വോയിഡ് അഗ്രിമെന്റ് എന്താന്ന് പറയുന്നുണ്ട്. വോയിഡ് അഗ്രിമെന്റ് തുടക്കം മുതലേ ആ കോൺട്രാക്ട് എന്താ, അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്. അതെന്താണ്, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ അൺഎൻഫോഴ്സിബിൾ റൈറ്റ് ഫ്രം ദ ടൈം ദേ ആർ മെയ്ഡ്. ആ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയം മുതലേ അതെന്താണ്, നമുക്കൊരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ട് കപ്പാസിറ്റി ഓഫ് പാർട്ടി പറഞ്ഞ ഒരു മൈനറും ആയിട്ടുള്ള കോൺട്രാക്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എഗ്രിമെന്റ് വിത്ത് ഒരു മൈനർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ തന്നെ എന്താ, ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാളോട് എഗ്രിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം തന്നെ അതെന്താണ്, അതൊരു വോയിഡ് അഗ്രിമെന്റ് ആണ്. അടുത്തത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട്, എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സ് എ കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ when the consent of one of the parties to the contract is obtained by coercion, undue influence, misrepresentation or fraud. വളരെ എളുപ്പമായിട്ട് പറയാം, വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ കോൺട്രാക്റ്റ് വാലിഡും ആവാം വോയിഡും ആവാം. അപ്പം അത് രണ്ടിനും ഇടയിൽ നിൽക്കുന്നതാണ് വോയിഡബിൾ. വോയിഡബിൾ എന്ന് പറയുമ്പം ആ കോൺട്രാക്റ്റിൽ ഉള്ള പാർട്ടികളുടെ സമ്മതം എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ കൺസെൻ്റ് ആയിരിക്കും. അയാൾ സ്വബോധത്തോടും ആരും ഒന്നും അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒന്നും നേടിയെടുത്ത കൺസെൻ്റ് ആവരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള അങ്ങനെ വല്ലതും നേടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനെയാണ് വോയിഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോയിഡബിൾ എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റ് വോയിഡും ആവാം വാലിഡും ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ വ്യക്തിനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അയാൾ ഓക്കെ ആണെങ്കിൽ അത് വാലിഡായി മാറി. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. അൺഎൻഫോഴ്സിബിൾ പറഞ്ഞാൽ എന്താണ്, അത് വാലിഡ് ആണ്, പക്ഷെ എന്തല്ല, അത് കോർട്ട് ഓഫ് ലോയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് നിയമപ്രകാരം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പോയി കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. എന്തുകൊണ്ടാണ്, ചിലപ്പോൾ അത് നമ്മൾ റിട്ടേൺ ഫോമിൽ എഴുതിയിട്ടുണ്ടാവില്ല, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, റിക്വയർ സ്റ്റാമ്പ് ഒന്നും ഒട്ടിച്ചിട്ടുണ്ടാവില്ല, സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കോർട്ടിന് മുമ്പിൽ എത്തിക്കാനും കാര്യമില്ലാത്ത കോൺട്രാക്റ്റുകളാണ് അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ എന്ന് പറയുന്നുണ്ട്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് പറഞ്ഞാൽ നിയമപ്രകാരം തന്നെ അത് പ്രൊഹിബിറ്റ് ചെയ്തൊരു കാര്യമാണ്, ചെയ്യരുത്, വിലക്കപ്പെട്ടൊരു കാര്യമാണത്. ഓക്കെ, അത് ആ പോളിസി ഓഫ് ലോന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനാണ് ഇല്ലീഗൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഇല്ലീഗലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാലിഡിറ്റിയുടെ ബേസിസിലുള്ള കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് ഫോർമേഷൻ്റെ ബേസിലാണ്, കോൺട്രാക്റ്റ് എങ്ങനെ ഫോം ചെയ്തു എന്നതിൻ്റെ ബേസിലാണ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ് ആദ്യം പറയുന്നത്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയുന്നത്, എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കോൺട്രാക്റ്റ് പ്രത്യേകിച്ച് പറയുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അത് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, അപ്പം നമ്മളൊരു ബസ് കയറി സീറ്റിലിരുന്നു, പക്ഷേ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോണ ഒരു ബസ്സാണെങ്കിൽ അവിടെ അണ്ടർസ്റ്റുഡ് ആണല്ലോ നമ്മൾ അതിൻ്റെ യാത്രാക്കൂലി കൊടുക്കണം എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇംപ്ലൈഡ് എന്ന് പറയുന്നത്. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റേ അല്ല, പക്ഷെ നിയമപ്രകാരം എന്തുണ്ടാക്കണം, അതങ്ങനെ ഒരു ക്രിയേറ്റഡ് ബൈ ലോ, അത് നിയമം ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അവിടെ യാതൊരു ഇൻറ്റൻഷനും ഇല്ല ഐദർ സൈഡ് ടു മേക്ക് എ കോൺട്രാക്ട്. രണ്ട് പാർട്ടിക്കും അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾക്ക് അത് ആവശ്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വഴി കൂടെ നടന്നു പോണ സമയത്ത് ഒരു സാധനം കളഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ അയാളുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഓണർ. നമുക്ക് ആ കളഞ്ഞ സാധനം കിട്ടുമ്പം അതിൻ്റെ ഒറിജിനൽ ഓണറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് റിട്ടേൺ ദ ഗുഡ്സ്. അപ്പോൾ അവിടെ ശരിക്കും ഇപ്പം ആ കളഞ്ഞു പോയ ആളും ഈ കിട്ടിയ ആളും തമ്മിൽ യാതൊരു ബന്ധമോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റോ ഒന്നുമില്ല. പക്ഷെ അവിടെ എന്താണ്, നമുക്ക് അത് നടപ്പിൽ വരുത്താൻ നിയമം അനുശാസിക്കുക അല്ലെങ്കിലുള്ള കാര്യങ്ങളല്ല, അത് ആ വ്യക്തിക്ക് തോന്നേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധനങ്ങൾ കിട്ടുമ്പം ശരിക്കും അതിനെ യഥാർത്ഥ അവകാശി ഏൽപ്പിക്കുക എന്നുള്ള ഒരു ബാധ്യത നമുക്ക് അവിടെ വരികയാണ് ചിന്തന. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റിനാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസിൻ്റെ ബേസിസിൽ നമ്മൾ കോൺട്രാക്റ്റിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയും.
എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയും. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും ആ കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ പോലെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഒന്നും ബാക്കി അതിൽ ചെയ്യാനില്ലെങ്കിൽ അതിനെയാണ് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്നത്. അതായത് ബി ഒരു വാച്ച് എക്ക് കൊടുക്കുകയാണ് 1500 രൂപയ്ക്ക്. അപ്പോൾ ആ വാച്ച് കൊടുക്കുമ്പോൾ തന്നെ അയാൾ അതിൻ്റെ പൈസയും തിരിച്ചു കൊടുത്തു. അവിടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. ഇനി വേറെ ഒന്നും അതിൻ്റെ മുകളിലില്ല. അത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റാണ്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും അവർ ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ട്, പക്ഷെ അവർ പെർഫോം ചെയ്തിട്ടില്ല മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയെങ്കിലും, പകുതി ചെയ്തു പകുതി ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എക്സിക്യൂട്ടറി ആണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ, ബി അഗ്രീസ് ടു പെയിൻറ്റ് ദ ഹൗസ് ഓഫ് എ ഇൻ നെക്സ്റ്റ് മന്ത് ആൻഡ് എ അഗ്രീസ് ടു പേ ₹5,000 ഇൻ കൺസിഡറേഷൻ ഫോർ ദ വർക്ക്. നമ്മൾ ബി പറഞ്ഞു നിങ്ങളുടെ വീടൊക്കെ പെയിൻറ്റ് ചെയ്ത് തരാം അടുത്ത മാസം, 5000 രൂപ അതിന് വേണ്ടിയിട്ട് എയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അവിടെ എന്താ എക്സിക്യൂട്ടറി ആണ്, കാരണം ഇതുവരെയ്ക്കും ആ വർക്ക് അവിടെ ചെയ്തു കൊടുത്തിട്ടില്ല. ഓക്കെ, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വൺ സൈഡഡ് കോൺട്രാക്റ്റ് പറയും. ഈ കോൺട്രാക്റ്റ് യൂണിലാറ്ററൽ ആകുമ്പോൾ ഇവിടെ ഒരു പാർട്ടി, രണ്ട് പാർട്ടികൾ ഉണ്ടാവുമല്ലോ, രണ്ട് വ്യക്തികളുണ്ടല്ലോ, അതിൽ ഒരു പാർട്ടി മാത്രമേ അയാളുടെ ഭാഗം ചെയ്തിട്ടുള്ളൂ, പെർഫോമൻസ് നടത്തിയിട്ടുള്ളൂ എങ്കിൽ അത് യൂണിലാറ്ററൽ എന്ന് പറയും. ഓക്കെ, ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പേരും അവരുടെ കാര്യങ്ങൾ അവിടെ ആ ഫോർമേഷൻ നടത്തുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, പ്രോമിസസ് ടു സെൽ ഹിസ് ബജാജ് സ്കൂട്ടർ ടു ബി ആഫ്റ്റർ 1 month, ഒരു മാസത്തിന് ശേഷം എൻ്റെ സ്കൂട്ടർ നിങ്ങൾക്ക് തരാം. അപ്പോൾ ബി പ്രോമിസസ് ടു പേ ദ പ്രൈസ് ഓൺ ദ ഡെലിവറി ഓഫ് ദ സ്കൂട്ടർ. അപ്പോൾ അയാളും പറഞ്ഞു സ്കൂട്ടർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പ്രൈസ് അതിൻ്റെ തരാം. അവിടെ ഈ ഒബ്ലിഗേഷൻ, രണ്ട് പേരുടെ ഒബ്ലിഗേഷനും എന്താ, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പം ഇയാൾ സ്കൂട്ടർ കൊടുത്തിട്ടുമില്ല, മറ്റേ ആൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്തും രണ്ട് പാർട്ടിക്കാരുടെയും പെർഫോമൻസ് അവിടെ പെൻഡിങ് ആണെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അതിനാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടും പഠിക്കുക, എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഈ ഒരു പോർഷൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അതിൽ 5 കാര്യങ്ങളുടെ ബേസിസിലാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡെഫിനീഷൻ്റെ ബേസിൽ. അഗ്രിമെൻ്റ് എന്താ, എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ഫോർ ഈച്ച് അതർ ഈസ് ആൻ അഗ്രിമെൻറ്റ്. കോൺട്രാക്റ്റ് എന്താ, ഓൾ അഗ്രിമെൻറ്റ്സ് എൻഫോഴ്സബിൾ ആൻഡ് അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് കോൺട്രാക്റ്റ്. ക്രിയേഷൻ, അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അഗ്രിമെൻ്റ് എപ്പോഴും എന്താ, ഓഫറിൻ്റെയും ആക്സെപ്റ്റൻസിൻ്റെയും ടോട്ടലിനെയാണ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് എന്താ, അഗ്രിമെൻ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി അറ്റ് ലോ ആണ് കോൺട്രാക്റ്റ്. ഇനി നിയമസാധുത, നിയമപ്രകാരം എങ്ങനെയാണ്, അഗ്രിമെൻറ്റിൽ എപ്പോഴും എന്താണ്, കുറച്ച് എലമെൻസുകൾ, അതിന് പ്രത്യേകിച്ച് ലീഗൽ എഫക്റ്റ് ഒന്നുമില്ല, കുറച്ച് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ വിട്ടുപോയി എന്ന് വരാം. പക്ഷേ കോൺട്രാക്റ്റ് എങ്ങനെയാണ്, നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഫുൾഫിൽ ചെയ്തിരിക്കണം, അതിൻ്റെ കോർട്ട് ഓഫ് ലോയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇനി അത് എങ്ങനെയൊക്കെയാണ് ബൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അഗ്രിമെൻറ്റ് ഈസ് നോട്ട് ഓൾവേസ് കൺക്ലൂഡ് ഓർ ബൈൻഡിങ് കോൺട്രാക്റ്റ്. അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ കോൺട്രാക്റ്റ് എപ്പോഴും എന്താ, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അത് കൺസേൺഡ് പാർട്ടീസ് ആരണോ അവരുടെ ഇടയിൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൺസെപ്റ്റിൻ്റെ ബേസിൽ എന്ന് പറയുമ്പോൾ അഗ്രിമെൻ്റ് ഒരിക്കലും എന്തല്ല, എല്ലാ അഗ്രിമെൻറ്റും നമുക്ക് എന്തായി പറയാൻ പറ്റില്ല, കോൺട്രാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിന് ചില എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എല്ലാ കോൺട്രാക്റ്റും എപ്പോഴും എന്തായിരിക്കും, ബട്ട് ഇൻ കോൺട്രാക്റ്റ് അറ്റ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻ്റ് ആണ്. കാരണം എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇസ് ദ ബിഗിനിങ് ഓഫ് എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റിൻ്റെ ബിഗിനിങ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും എന്ന് പറയുന്ന ഒരു പോയിന്റുകൾ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വോയിഡ് കോൺട്രാക്റ്റും വോയിഡ് അഗ്രിമെൻറ്റും. എൻഫോഴ്സിബിലിറ്റിയുടെ ബേസിൽ പറയുമ്പോൾ അഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ, ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത അഗ്രിമെൻറ്റിനെ ഒക്കെ വോയിഡ് എന്ന് പറയാം. കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു എൻഫോഴ്സിബിൾ അറ്റ് ലോ. ഇനി ഒരു കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ് നിയമം അനുശാസിക്കാത്തതുകൊണ്ട്, അതാണ് വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുമ്പം ഒരു വോയിഡ് അഗ്രിമെൻറ്റിൻ്റെ ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ എന്തായിരിക്കും, ഇറ്റ് നെവർ മെച്ചേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട്, ഒരിക്കലും അത് കോൺട്രാക്റ്റ് ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നില്ല. അതിന് തുടക്കം തന്നെ അതെന്താണ്, വോയിഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടതാണ്, ഒരു സാധ്യതയില്ലാത്തതാണ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ആ ഫോർമേഷൻ സമയത്ത് തന്നെ വോയിഡ് ആവുക. അല്ല, വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണ്, ശരിക്കും അത് ഫോം ചെയ്യുമ്പോൾ വാലിഡ് ആണ്.
പക്ഷെ പിന്നീട് പോകെ പോകെ ചില റീസൺ കൊണ്ട് അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി കൊണ്ട് ഇല്ലീഗാലിറ്റി കൊണ്ട് ആ കോൺട്രാക്റ്റ് എന്തായി മാറണം, പിന്നീട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ ആയി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വോയിഡ് അബിനീഷ് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്ങിലെ വോയിഡ് അഗ്രിമെൻ്റ് അത് പ്രോബ്ലം ആണ്. പക്ഷെ അതേസമയം ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽസ് ഉണ്ടെങ്കിലും അത് പിന്നീട് ചില എലമെൻസിൻ്റെ കുറവ് കൊണ്ടുള്ള മാത്രം ഇമ്പോസിബിലിറ്റി കൊണ്ടോ ഇല്ലീഗാലിറ്റി കൊണ്ടൊക്കെയാണ് പിന്നീട് അത് വോയിഡായിട്ട് മാറുന്നത്. ഇനി ലീഗൽ റൈറ്റിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഒരു വോയിഡ് കോൺട്രാക്റ്റ് ഒരിക്കലും എന്തുണ്ടാകുന്നില്ല, ഒരു ലീഗൽ റൈറ്റ്സോ ഒബ്ലിഗേഷനോ അതിൻ്റെ പാർട്ടീസിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ രണ്ട് പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് 4ാമത്തെ പോയിന്റിൽ ഡാമേജിൻ്റെ ബേസിസിലാണ്. കാരണം ഒരു വോയിഡ് എഗ്രിമെൻ്റ് പ്രകാരം നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരുന്നില്ല. കാരണം സ്റ്റാർട്ടിങ്ങിലെ അതെന്താണ്, വോയിഡാണ്. അതേസമയം ആർക്കാണോ ഈ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നെങ്കിൽ അവർക്ക് ഡാമേജസ് സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ക്ലെയിം ചെയ്യാം ഒരു വോയിഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത ഡിഫറൻസ് വോയിഡ് അഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും. വോയിഡ് അഗ്രിമെൻറ്റ് നമ്മൾ ഇനി പറയുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റാണ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ദ ഡിഫക്ട്സ് ഇൻ ദ കേസ് ഓഫ് എ വോയിഡബിൾ അഗ്രിമെൻറ്റ് ഈസ് ക്യൂറബിൾ ആൻഡ് മേ ബി കണ്ടോൺഡ്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വോയിഡബിൾ ആയി മാറുന്നതെങ്കിൽ ഡിഫക്റ്റ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആക്കി മാറ്റാം. വൺ ഓഫ് ദ പാർട്ടീസ് മേ അഫേം ഓർ റിജക്റ്റ് അറ്റ് ദിസ് ഓപ്ഷൻ until it is repudiated or resigned, it is valid and enforceable. ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഭാഗത്ത് അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആണത് വോയിഡബിൾ ആവുന്നുള്ളൂ, അതല്ലാത്ത പക്ഷം അതൊരു വാലിഡ് ആണ്. ആൻഡ് ഒരു തേർഡ് പാർട്ടി ക്യാൻ അക്വയർ എ വാലിഡ് ടൈറ്റിൽ ഫ്രം എ പേഴ്സൺ ക്ലെയിമിംഗ് അണ്ടർ സച്ച് എ കോൺട്രാക്റ്റ്. വോയിഡബിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൂന്നാമതൊരു വ്യക്തിക്ക്, ഈ 2 പേരല്ലാതെ മൂന്നാമത്തെ ഒരാൾക്ക് വന്നിട്ട് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട് ഒരു വാലിഡ് ടൈറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ ആരാണോ വ്യക്തി അവർക്ക് അത് കോമ്പൻസേഷൻ, എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ കോമ്പൻസേഷൻ വാങ്ങാനുള്ള അർഹത ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഫസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞു, വോയിഡബിൾ കോൺട്രാക്റ്റും പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് അവിടെ പറയുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ 5 കണ്ടീഷൻ്റെ ബേസിൽ, ഓപ്ഷൻ്റെ ബേസിൽ, വാലിഡിറ്റിയുടെ ബേസിലൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വോയിഡ് അഗ്രിമെൻറ്റും. ഇനി നമ്മൾ പറയാത്തൊരു കേസ് ഇതാണ്, വോയിഡ് അഗ്രിമെൻറ്റും ഇല്ലീഗൽ അഗ്രിമെൻറ്റും. ലീഗാലിറ്റിയുടെ കേസിൽ എന്ന് പറയുമ്പം വോയിഡ് അഗ്രിമെൻ്റ് ഒരിക്കലും നിയമം പ്രൊഹിബിറ്റ് ചെയ്യാത്തതാണ്. പക്ഷെ ഇല്ലീഗൽ എന്താണ്, പ്രൊഹിബിറ്റ് ചെയ്തത്, നിയമപ്രകാരം തന്നെ അതിനെ എന്താ പറയുക, തടഞ്ഞു വെച്ചൊരു കാര്യമാണ്, ചെയ്യരുതെന്ന് വിലക്കിയൊരു കാര്യമാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡിന് വൈഡർ ടേമാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ വൈഡർ ടേമാണ് ഇല്ലീഗലിനെക്കാട്ടിലും. ഓൾ വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്താ നോട്ട് നെസസറിലി ഇല്ലീഗൽ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇല്ലീഗൽ അഗ്രിമെൻറ്റ്സ് എപ്പോഴും എന്താണ്, അത് വോയിഡാണ്. ഇനി കൊളാട്രൽ അഗ്രിമെൻറ്റ് പറഞ്ഞാൽ അങ്ങനെ ഒരു കൊളാട്രൽ അഗ്രിമെൻറ്റ് വോയിഡ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന ഒരു വോയിഡ് അഗ്രിമെൻറ്റിനെ കൊളാട്രൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് എൻഫോഴ്സിബിളാണ്. പക്ഷേ ഒരു കൊളാട്രൽ അഗ്രിമെൻറ്റ് ഒരു ഇല്ലീഗൽ അഗ്രിമെൻറ്റ് ഒരിക്കലും എൻഫോഴ്സിബിൾ അല്ല. പനിഷ്മെൻറ്റ്, നോ പാർട്ടി ടു വോയിഡ് അഗ്രിമെൻറ്റ് ക്യാൻ ബി പനിഷബിൾ. വോയിഡ് അഗ്രിമെൻറ്റിലത്തെ ഒരാൾക്കും എന്തില്ല, പനിഷ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഇല്ലീഗൽ അഗ്രിമെൻറ്റിലത്തെ വ്യക്തിക്ക് ചിലപ്പം പനിഷബിൾ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് എന്താണ്, എഗ്രിമെൻ്റ് എന്താണ്, സെക്ഷൻ 10 പ്രകാരമുള്ള കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചോളാം. അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് 10 എസ് എ ക്വസ്റ്റൻ ആയിട്ട് പഠിച്ചോളാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റുകൾ എസ് എ ക്വസ്റ്റൻ ആണ്. ഫോർമേഷൻ്റെ ബേസിലും വാലിഡിറ്റിയുടെ ബേസിലും പെർഫോമൻസിൻ്റെ ബേസിലും എല്ലാം എസ് എ ആണ്. പ്ലസ് അത് 2 മാർക്സിനൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ, വാട്ട് ഈസ് അഗ്രിമെൻറ്റ് ചോദിക്കാം. അതേപോലെ എക്സിക്യൂട്ടീവ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് വോയിഡ് അഗ്രിമെൻറ്റ്, അൺഎൻഫോഴ്സിബിൾ, ഇല്ലീഗൽ, എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്, ഇതൊക്കെ നമുക്ക് 2 മാർക്സിന് ചോദ്യം വരാം. യൂണിലാറ്ററൽ എന്താ, ബൈലാറ്ററൽ എന്താന്നുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം 2 മാർക്സിനും വരാം.
അതേപോലെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ബേസിസിൽ മാത്രമുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാം. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഈ ഡിഫറൻസിൽ ഏതെങ്കിലും ഒരു ഡിഫറൻസ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 3-4 പോയിന്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, പുതുതായിട്ടുള്ളവരുണ്ടെങ്കിലോ കേൾക്കുന്നവരുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്